ക്വീൻ ഓഫ് ടിയേഴ്സിന്റെ സെക്കൻഡ് എപ്പിസോഡാണിത്. നീ എന്നോട് ക്ഷമിക്കണം. നീ 3 മാസം മാത്രമേ എന്റെ ഒപ്പം ഉണ്ടാക്കുകയുള്ളൂ. ഞാൻ ഇനി ഒരിക്കലും നിന്നോട് മോശമായിട്ട് പെരുമാറുകയില്ല. ഞാൻ നീയില്ലാതെ എങ്ങനെ ജീവിക്കും? ഞാൻ നിന്നെ പ്രണയിക്കുന്നുവെന്ന് പറഞ്ഞ് ഹ്യുൻവുവും അവളെ ഹഗ് ചെയ്യുന്നു. അപ്പോൾ ഹെയിനാകട്ടെ, ഞാനില്ലാതെ നിനക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചു മരിച്ചാലോ എന്നൊക്കെ ഹ്യുനുവിന്റെ അടുത്തും ചോദിക്കുകയാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു നോക്കിയതാണ്. അല്ലാതെ നീ ഇല്ലാതെ ഞാൻ ജീവിക്കുകയില്ല എന്നല്ല ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഹ്യുനുവോ നിൽക്കുന്നു. ശരിക്കും ഡോക്ടർ നിന്നോട് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും അവളുടെ അടുത്ത് ചോദിക്കുന്നു. ഈ ഒരു സമയത്താകട്ടെ കയ്യിലുണ്ടായിരുന്ന ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് ഒക്കെ അവിടെ തന്നെ അവൻ ഒളിപ്പിച്ചും വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. ഡോക്ടർ ആകട്ടെ ഹേനെ കോൾ ചെയ്തിട്ട് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു അവിടെ വെച്ച് ഹ്യുനുവിനെ കണ്ടിട്ടുമുണ്ടായിരുന്നത്. നീ ഇന്ന് ഫ്രീ അല്ലേ, നമുക്ക് ഒരിടം വരെ പോകുവാനായിട്ടുണ്ടെന്നൊക്കെ ഹെയ്ൻ ഹ്യുനുവിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും നിന്റെ ഒപ്പം ഞാൻ ഒരിടത്തേക്കും വരികയില്ല എന്നതായിരുന്നു ഹ്യുനുവിന്റെ മറുപടി. അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല എന്നൊക്കെ ആയിരുന്നു അവന്റെ മറുപടി. ഇനി അവൾ ഒറ്റയ്ക്കായിരുന്നു ഹോസ്പിറ്റലിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അവളും സമയമൊക്കെ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സമയം പോകുന്നതായിട്ടും അവൾ മറ്റൊരു സ്ഥലത്ത് ഉള്ളതായിട്ടുമൊക്കെ അവൾക്ക് തോന്നുന്നു. ഡോക്ടർ അവളുടെ അസുഖത്തെക്കുറിച്ചൊക്കെ അവളോട് കൂടുതലായിട്ട് പറയുമ്പോഴത്തേക്കും അവൾ എപ്പോഴായിരുന്നു ഡോക്ടറിനെ കാണുവാനായിട്ട് എത്തിയതെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. ഇടയ്ക്കാകട്ടെ അവൾക്ക് തലവേദനയൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ ആകട്ടെ കഴിഞ്ഞ 10 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ പെട്ടെന്ന് പോയതുപോലെയൊക്കെ അവൾക്ക് തോന്നും. അതിനിടയ്ക്ക് അവൾ എന്താണ് ചെയ്തതെന്ന് പോലും അവൾക്ക് ഓർമ്മയുണ്ടാക്കുകയില്ല. 1 മണിക്കൂറിനുള്ളിൽ ഹിനുവിനെ കാണുവാനായിട്ട് വരണമെന്നൊക്കെ ഒരു ദിവസം അവളുടെ അടുത്ത് ഹിനു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അന്നാകട്ടെ ഹിനുവിനെ കാണുവാനായിട്ട് അവൾ റെഡിയാക്കുക ആയിരുന്നെങ്കിലും പെട്ടെന്ന് ഒരുപാട് സമയമൊക്കെ പോകുകയാണ്. അന്ന് ഹിനുവിനെ കാണുവാനായിട്ടായിരുന്നു അവൾ എല്ലാ മീറ്റിംഗും മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലിപ്സ്റ്റിക് ഒക്കെ താഴെ വീണ് അത് എടുക്കുന്ന നേരം കൊണ്ട് തന്നെ ഒരുപാട് സമയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അവളുടെ അടുത്ത് സെക്രട്ടറി വന്നതിന് ശേഷം എന്തുകൊണ്ടായിരുന്നു അവൾ ഹിനുവിനെ കാണുവാനായിട്ട് പോകാതിരുന്നതെന്നൊക്കെ അവളോട് ചോദിക്കുമ്പോഴത്തേക്കുമാണ് സമയം ഒരുപാട് കഴിഞ്ഞു എന്ന കാര്യം അവൾ മനസ്സിലാക്കിയത്. പിന്നീട് ഹിനുവിനെ കാണുവാനായിട്ട് റെസ്റ്റോറന്റിലൊക്കെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവനും പോയിട്ടുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിനൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള വേദനയും ഉണ്ടായിരുന്നില്ല. സ്ട്രെസ് ഒക്കെ കാരണമായിരിക്കും തനിക്കിങ്ങനെ സംഭവിക്കുന്നതെന്നായിരുന്നു അവൾ വിചാരിച്ചിട്ടുമുണ്ടായിരുന്നത്. ഒരു അസുഖത്തിന്റെ പേരൊക്കെ ഡോക്ടർ പറഞ്ഞതിന് ശേഷം കൊറിയയിൽ തന്നെ ഈ ഒരു അസുഖം വരുന്ന ആദ്യത്തെ വ്യക്തിയാണ് നീ. ഈ ഒരു അസുഖം പല പല കേസിലാണ് വരാറുള്ളത്. ചിലർക്കാകട്ടെ മെമ്മറി ലോസ് ഒക്കെ ഉണ്ടാകും, മറ്റു ചിലർക്ക് ഹാലോസിനേഷനും ഉണ്ടാകും. ഇതുവരെയായിട്ടും ഇതിനൊരു ട്രീറ്റ്മെന്റ് ഒന്നും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവളാകട്ടെ ഇപ്പോൾ ഉള്ളത് ഡോക്ടറിന് മുമ്പിലല്ല, മറിച്ച് മഞ്ഞൊക്കെയുള്ള ഒരു സ്ഥലത്താണെന്ന് പോലും അവൾക്ക് തോന്നിപ്പോകുന്നു. എത്ര പണം വേണമെങ്കിലും തരുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ പറഞ്ഞാണ് അവൾ ഇരിക്കുന്നതെങ്കിൽ പോലും ഡോക്ടർ ആകട്ടെ ഇതിന് യാതൊരു വിധത്തിലുള്ള പ്രതിവിധിയും ഉണ്ടാക്കുകയില്ല എന്ന് അവളെ അറിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര കാലത്തേക്ക് ജീവിച്ചിരിക്കുമെന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും ഡോക്ടറും 3 മാസത്തേക്ക് നീ ജീവിച്ചിരിക്കുന്നതായിരിക്കും. പിന്നീട് നീ ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു മിറാക്കിളൊക്കെ സംഭവിക്കണമെന്നാണ് അവളുടെ അടുത്ത് അറിയിക്കുന്നത്. ഹെയ്ൻ ജങ്ക് ഫുഡ് ഒന്നും കഴിക്കുന്ന ആളല്ല. ഒരു സോഡ പോലും കുടിച്ചിട്ടുമില്ല. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമാണ് അവൾ ഇതുവരെ കഴിച്ചിട്ടുമുള്ളത്. മാത്രല്ല അവൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ ദിവസവും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമായിരുന്നു. ശരീരം നോക്കാതെ മദ്യപിക്കുകയും പുകവലിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അവർക്കൊക്കെ അല്ലേ ശരിക്കും ഈ ഒരു അസുഖം വരേണ്ടത്. ഇത്രത്തോളം ശരീരമൊക്കെ നോക്കി എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു അസുഖം വന്നതെന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നതും. ആളുകളാകട്ടെ മൂണിലേക്ക് വരെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്റെ തലയിലുള്ള ചെറിയൊരു ട്യൂമർ കളയുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് അവൾ ചോദിക്കുന്നത്. ഡോക്ടറിന് എന്തെങ്കിലും തെറ്റുപറ്റിയതാക്കുവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നാളെ പോയിട്ട് ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നൊക്കെ അവനും അറിയിക്കുന്നു. അവളാകട്ടെ ആകെ ഷോക്കിലാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനും ഷോക്കിലാണ്. എനിക്കിന്ന് ഉറങ്ങുവാൻ പോലും സാധിക്കുകയില്ല എന്നൊക്കെ അറിയിക്കുന്നുണ്ട്. പക്ഷെ അവനും നല്ലതുപോലെ തന്നെ ഉറങ്ങുകയാണ്. കുറെ കാലം കൂടി സുഖമായിട്ട് ഉറങ്ങിയ സന്തോഷത്തിലായിരുന്നു അവനും എണീറ്റ് വരുന്നത്. മൂളിപ്പാട്ടൊക്കെ പാടി കണ്ണാടി നോക്കുന്ന അവനാകട്ടെ അവള് മരിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നതെന്നൊക്കെ സ്വയം ചോദിക്കുന്നു. ഹേയ്, 3 മാസത്തിനുള്ളിൽ മരിക്കുകയാണെങ്കിൽ പിന്നെ ഡിവോഴ്സ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവളുമായിട്ട് വേർപിരിയുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ചാൻസ് ആണെന്ന് അവന്റെ മനസ്സും പറഞ്ഞു. പക്ഷേ വിഷമമൊക്കെ അഭിനയിച്ചു വേണം നിൽക്കുവാനെന്ന് പറഞ്ഞ് അവനും അവളുടെ റൂമിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും അവൾ ഉറങ്ങുകയായിരുന്നു. പക്ഷേ വിളിച്ചിട്ടൊന്നും അനക്കൊന്നും ഇല്ലാതെ ആകുമ്പോഴത്തേക്കും അവൾ ഇപ്പോഴും മരിച്ചു കാണുമോ എന്നൊരു സംശയമൊക്കെ അവന്റെ ഉള്ളിലും വരുന്നു. അവനും അവളുടെ കൈയൊന്ന് പിടിച്ചിട്ട് വിട്ട് കഴിയുമ്പോഴത്തേക്കും പോലും അവള് ഉണരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ അവളുടെ ഹൃദയമൊക്കെ ഇടിക്കുന്നുണ്ടോ എന്ന് അറിയുവാനായിട്ട് അവനും കുറച്ചുകൂടി ക്ലോസ് ആയിട്ടൊക്കെ അവളുടെ അടുത്തേക്കായിട്ട് നിൽക്കുന്നു. അപ്പോഴേക്കും അവൾ കണ്ണും തുറക്കുകയാണ്. അവൾക്ക് മൊത്തത്തിൽ അവൻ എന്ത് ചെയ്യുകയാണെന്ന് സംശയം തോന്നുന്നത് കൊണ്ട് തന്നെ അവൻ അപ്പോൾ തന്നെ അവൾക്കൊരു കിസ്സൊക്കെ നൽകിയിട്ട്
മോർണിംഗ് കിസ് എന്നൊക്കെ പറഞ്ഞ് അവൾക്കൊരു ഗുഡ് മോർണിംഗ് നൽകുന്നു. അവൾക്ക് ഉറക്കം വരാത്ത രാത്രി മുഴുവൻ ഇരിക്കുകയായിരുന്നു. പക്ഷെ അവന്റെ സ്കിന്നൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും നീ നന്നായി ഉറങ്ങിയെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ അവന്റെ അടുത്തും അവൾ പറയുന്നു. അവൾക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ള കാര്യം അവളുടെ ഫാമിലി ഒരിക്കലും അറിയരുതെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. അവനും ആരോടും അത് പറയുകയില്ല എന്നൊക്കെ പറയുന്നു. ട്രില്യൺ വോണിന്റെ സെയിൽസ് ഒക്കെ നടത്തുകയാണെങ്കിൽ ക്യൂൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ അവൾക്ക് എഴുതി തരാമെന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആകട്ടെ ട്രില്യൺ വോണിന്റെ തൊട്ടടുത്ത് വരെ അവൾ എത്തിയിരിക്കുകയുമാണ്. അവളുടെ അനിയനാകട്ടെ അവൾക്ക് ചെറിയ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് വരെ ചെക്ക് ചെയ്ത് നടക്കുന്ന ഒരാളാണ്. അവളുടെ അമ്മയും അതുപോലെ തന്നെയാണ്. അപ്പോൾ അവൾക്ക് ഇത്രയ്ക്ക് വലിയൊരു അസുഖമൊക്കെ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ അവളുടെ സ്വത്തുക്കൾക്ക് വേണ്ടി അവരെല്ലാവരും തന്നെ ഫൈറ്റ് ചെയ്യും. പക്ഷെ അവൾ മരിക്കുന്നത് വരെ അങ്ങനെ ഒരു ഫൈറ്റ് നടക്കരുതെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫാമിലിയുടെ അടുത്തൊന്നും ഇതൊക്കെ രഹസ്യമാക്കി വെക്കുന്നതും. മുത്തശ്ശനും സൂചോളിനെ കാണുവാനായിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. അവനും ഇതിനു മുമ്പ് ഓർഗാനിക് കോഫി ഷോപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ അവൻ ചതിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ മുത്തശ്ശനെ ഇപ്പോൾ വിളിപ്പിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം പറയുവാനാണോ എന്ന പേടിയിലേക്കാണ് സൂചോൾ നിൽക്കുന്നത്. സൂചോളിന്റെ വൈഫാണ് അവനെ സപ്പോർട്ട് ചെയ്ത് മുത്തശ്ശന്റെ അടുത്തേക്ക് അവനെ പറഞ്ഞയക്കുന്നതും. പക്ഷെ സൂചോളിനെ മുത്തശ്ശൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യത്തിനായിരുന്നില്ല. മറിച്ച് സൂചോളിന്റെ വൈഫിന്റെ സഹോദരനാകട്ടെ അവരുടെ കമ്പനിയുടെ ഒരു ഡയറക്ടറൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അയാൾക്ക് 8 ബില്യൺ ഒക്കെ കൂടുതലായിട്ട് ടാക്സിന്റെ പേരിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യമൊക്കെ ഇപ്പോൾ മുത്തശ്ശനെ അറിയിച്ചിട്ടുള്ളതും ഹ്യുൻവോ ആണ്. നീ ഹെയ്നെ കണ്ടു പഠിക്കുക. അവൾ എത്ര നന്നായിട്ടാണ് വർക്കൊക്കെ ചെയ്യുന്നത്. നിന്നെ കൊണ്ട് ഒരു കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും അവനും പെട്ടെന്ന് തന്നെ തളർന്നു വീഴുന്നു. അവനിപ്പോൾ പാനിക് അറ്റാക്ക് ആണ് വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് അമ്മേനെ അവൻ അറിയിക്കുന്നത്. ഹ്യുൻവോ എന്തുകൊണ്ടാണ് അവന്റെ വർക്ക് ഇത്രയ്ക്ക് നന്നായിട്ട് ചെയ്യുന്നത്? അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഓരോ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നതും. സൂചോളുടെ വൈഫും ഇതിനൊക്കെ ക്ഷമ ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ സഹോദരനാകട്ടെ വെറും 8 ബില്യൺ മാത്രമാണ് കൂടുതലായിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും അല്ല എന്ന് സൂചോളും അമ്മയും ഒരുപോലെ പറയുകയും തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സുചോളിന്റെ വൈഫിന്റെ സഹോദരനെ കുറ്റപ്പെടുത്താതിരിക്കുകയും മറിച്ച് ഈ ഒരു തെറ്റൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ഹ്യുനുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഹെയ്നെ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്തവണയും റിസൾട്ട് സെയിം തന്നെയാണ്. 3 മാസം മാത്രമേ അവള് ജീവിച്ചിരിക്കുകയുള്ളൂ എന്നൊക്കെ ഡോക്ടറും അറിയിക്കുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും 3 മാസം എന്നത് അത്രയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു കണക്കൊക്കെ ആണോ എന്ന് ഹ്യുനുവും ചോദിക്കുന്നു. ഡോക്ടറും അത് കൃത്യമായി പറയുവാനായിട്ട് സാധിക്കുകയില്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവനും കൃത്യമായിട്ടുള്ള കണക്കൊക്കെ ആവശ്യമായിട്ടും ഉണ്ടായിരുന്നു. ഹെയ്ൻ തനിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടിയാകട്ടെ വീൽ ചെയറിൽ ഇരുന്നിട്ട് വെളിയിലുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് ശ്രദ്ധിക്കുകയാണ്. പക്ഷെ താൻ അവരെ പോലെ ഒന്നും അല്ല എന്ന് പറഞ്ഞ് അവളും അവിടെ നിന്ന് പോകുന്നു. അവളും തിരിച്ച് ഓഫീസിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അവളുടെ അമ്മ ഹ്യുനുവിനെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. സൂചോൾ അവന്റെ അളിയന് ഒരു 8 ബില്യൺ ഒക്കെ കൂടുതലായിട്ട് കൊടുത്തു. അത് ഹ്യുൻവു കണ്ടെത്തി. അത് കണ്ടെത്തിയിട്ട് ഞങ്ങളോട് പറയേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അവന് മിണ്ടാതിരുന്നൂടായിരുന്നോ? എന്തിനാണ് അവൻ മുത്തശ്ശനെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എനിക്ക് അവനെ കണ്ടേ മതിയാക്കൂ എന്നൊക്കെ പറഞ്ഞാണ് അമ്മ നിൽക്കുന്നതും. ഇപ്പോൾ എനിക്കിതൊന്നും കേൾക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളതെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അമ്മയാകട്ടെ സൂചോളിന് പാനിക് അറ്റാക്ക് വന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ഞാനും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞതല്ലേ. അമ്മയ്ക്ക് അത് എന്താണെന്ന് പോലും അറിയണ്ടേന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും അമ്മയാകട്ടെ ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അതൊക്കെ എങ്ങനെ നേരിടണമെന്ന കാര്യം നിനക്ക് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും അറിയേണ്ട കാര്യം പോലും ഇല്ല എന്നാണ് അമ്മ സംസാരിക്കുന്നത്. അമ്മ വീണ്ടും ഹിനുവിനെ കാണണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടാണ് ഹിനുവ അങ്ങനെ ചെയ്തത്. ഞാൻ ജീവിതകാലം മുഴുവൻ അമ്മയുടെ മകനെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുമെന്നൊക്കെ അവളും പറയുന്നു. അത് കേൾക്കുന്ന അമ്മയും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ഹ്യുനുവിന്റെ ഫ്രണ്ട് ആകട്ടെ ഹ്യുനുവിന് വേണ്ടി ഡിവോഴ്സ് കേസൊക്കെ വാദിക്കാമെന്ന് തീരുമാനിക്കുന്നു. അവനാകട്ടെ ക്വീൻസ് ഗ്രൂപ്പിന് മൊത്തത്തിൽ എതിരായിട്ടൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ തന്റെ കരിയറിനെ പോലും ഇത് ബാധിക്കും. എങ്കിലും സ്വന്തം ഫ്രണ്ടിന് വേണ്ടി അതൊക്കെ ചെയ്യുവാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് ഡിവോഴ്സിന്റെ ആവശ്യമില്ല എന്നായിരുന്നു ഹ്യുനുവും പറയുന്നത്. അതിന് തക്കതായ ഒരു കാരണമുണ്ടെന്ന് കൂടി അവൻ അറിയിക്കുന്നു. പക്ഷെ ആ ഒരു സ്ഥലത്തൊന്നും ഇരുന്നു കൊണ്ട് അത് പറയുവാനായിട്ട് അവന് സാധിക്കുമായിരുന്നില്ല. ഞങ്ങളെ രണ്ടുപേരും രണ്ടു വഴിക്കാക്കുവാനായിട്ട് ദൈവം തന്നെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനാകട്ടെ ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു സ്ഥലമൊക്കെ എഴുതി കൊടുക്കുന്നു. അങ്ങനെ ഹ്യുനുവിന്റെ ഫ്രണ്ട് ഹ്യുനു പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് എത്തുകയാണ്. ഞാൻ നിന്നോട് വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുവാനായിട്ട് പോകുന്നത്. ഇത് പുറത്താരെങ്കിലും അറിയുകയാണെങ്കിൽ എല്ലാം നിന്റെ തെറ്റ് മാത്രമായിരിക്കുമെന്നൊക്കെ ആയിരുന്നു നേരത്തെ ഹ്യുനുവിന്റെ അടുത്ത് ഹെയ്ൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതേ കാര്യങ്ങൾ ഹ്യുനു ഫ്രണ്ടിന്റെ അടുത്തും പറയുന്നു. പിന്നീട് വളരെ രഹസ്യമായിട്ട് അവന്റെ ചെവിയില് അവളുടെ അസുഖത്തെ കുറിച്ച് കൂടി അറിയിക്കുകയാണ്. അവളോട് ഡിവോഴ്സ് പേപ്പറിലൊക്കെ സൈൻ ചെയ്യുവാനായിട്ട് പറയാൻ തുടങ്ങിയ സമയത്തൊക്കെ ആയിരുന്നു ഈ ഒരു വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് അവൻ അറിയിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ആകട്ടെ
എനിക്ക് എന്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയിക്കയില്ല. പക്ഷെ അത് പ്രകടിപ്പിക്കുവാനേ സാധിക്കുകയില്ലല്ലോ. എന്തായാലും ഭാഗ്യം നിന്റെ ഒപ്പമാണ് ഉള്ളതെന്നൊക്കെ അവനോട് പറയുന്നു. നീയെങ്ങാനും അവളെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഒരു പൈസ പോലും കയ്യിലില്ലാതെ പെട്ടുപോയനെ. ഇപ്പോൾ ദൈവമായിട്ട് നിനക്ക് അവസരം കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ഇനി അവളുടെ സ്വത്തെല്ലാം സ്വന്തമാക്കാമല്ലോ എന്നൊക്കെയാണ് ഫ്രണ്ടും അവനോട് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. വിവാഹത്തിന് മുമ്പാകട്ടെ അവൾ മരിക്കുകയാണെങ്കിൽ അവളുടെ സ്വത്തുക്കളെല്ലാം തന്നെ ഫാമിലി മെമ്പേഴ്സിന് വീതിച്ചു കൊടുക്കുന്നതായിരിക്കുമെന്നും എനിക്കൊന്നും തന്നെ കിട്ടുകയില്ല എന്നുമൊക്കെ അവൾ വിൽപത്രത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഗ്രേസ്കോ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഹ്യുനുവും അവന്റെ ഫ്രണ്ടിനെ അറിയിക്കുന്നു. എനിക്ക് പണം ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, 3 മാസം കൂടി അവളെ സഹിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ ആ ഒരു സന്തോഷത്തിലൊക്കെ ആയിരുന്നു ഹുനുവു ഇരുന്നിട്ടുമുണ്ടായിരുന്നത്. എന്തുകൊണ്ടായിരിക്കാം ദൈവം നിനക്ക് 3 മാസം സമയം തന്നിട്ടുള്ളതെന്നാണ് നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത്. നീ അവളെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് നീ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നണം. ഞാൻ മരിക്കുന്നതിന് മുമ്പായിട്ട് എന്റെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറൊക്കെ അവന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പോലും അവൾക്ക് തോന്നണം. അങ്ങനെ അവൾ അതൊക്കെ നിന്റെ പേരിൽ എഴുതി തരികയും ചെയ്യണം. ഈ 3 മാസം കൊണ്ട് നീ ചെയ്യേണ്ട ദൗത്യവും അത് തന്നെയാണെന്നൊക്കെ ഹുനുവിന്റെ ഫ്രണ്ടും അവന് ഉപദേശിക്കുന്നു. അങ്ങനെ ആ ഒരു സീനോട് കൂടി നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.